Welcome students, I am Deshma, representing Department of Computer Application, Don Bosco College, Kottayam. In the last session, we had dealt with a problem on the mathematical formulation of L.P.P. Today also, we are just continuing with the topic and another problem on the mathematical formulation of L.P.P. Please consider this problem. It's a university question of the year 2016. A firm produces 3 products. These products are processed on 3 different machines. The time required to manufacture 1 unit of each of the 3 products and the daily capacity of the 3 machines are given in the table below. എന്താ പറഞ്ഞിരിക്കുന്നത്? തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ആ എക്സാമ്പിളിൻ്റെ ഒരു സിമിലർ എക്സാമ്പിളാണിത്. ആ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ച് അവിടെ 2 പ്രൊഡക്ട്സിനെ പറ്റിയാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. പ്രൊഡക്റ്റ് എ ആൻഡ് പ്രൊഡക്റ്റ് ബി. അറ്റ് ദ സെയിം ടൈം ഇവിടെ ആ ഫേമിൽ എത്ര പ്രൊഡക്ട്സ് ഉണ്ട്? 3 പ്രൊഡക്ട്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ദീസ് പ്രൊഡക്ട്സ് ആർ പ്രോസസ്ഡ് ഇൻ 3 ഡിഫറെൻറ്റ് മെഷീൻസ്. അവിടെ നമുക്ക് 2 മെഷീൻസ് ഉണ്ടായിരുന്നുള്ളൂ, ജി ആൻഡ് എച്ച്. ഹിയർ ദർ ആർ 3 different machines and the time required for a manufacture of 1 unit of each of the 3 products and the daily capacity of the 3 machines are given below. So ഈ തന്നിട്ടുള്ള നമ്മൾ ഡീൽ ചെയ്ത് 2 ക്വസ്റ്റ്യൻസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവിടെ ആ ഫേമിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആ ഫേമിൽ 2 പ്രോഡക്ട്സ് ആയിരുന്നു മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നത്. ഇവിടെ എത്ര പ്രൊഡക്ട്സ്? 3 പ്രൊഡക്ട്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് 2 മെഷീൻസ് ആയിരുന്നു പ്രോസസ്സിങ്ങിന് വേണ്ടി ഉണ്ടായിരുന്നത്. ഈ ക്വസ്റ്റ്യനിൽ അത് 3 മെഷീൻസ് ആയിട്ട് മാറി. പിന്നെ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ, അതായത് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനകത്ത് വേർഡ് പ്രോബ്ലം ആയിരുന്നു. ഹോൾ ക്വസ്റ്റ്യൻ ഒരു വേർഡ് പ്രോബ്ലത്തിൻ്റെ ഫോർമാറ്റിലായിരുന്നു തന്നിരുന്നത്. അറ്റ് ദ സെയിം ടൈം ഇവിടെ എന്താണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഗിവൺ ആയിട്ടുള്ള ഡേറ്റ, പ്രോബ്ലം ഡേറ്റ എന്തായിട്ട് തന്നിരിക്കുന്നു? ഒരു അനലൈസ് ചെയ്യുന്ന ഒരു ടേബിൾ ഫോർമാറ്റിൽ, അനാലിസിന് എളുപ്പത്തിന് വേണ്ടി ഒരു ടേബിൾ ഫോർമാറ്റിലായിട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ കാര്യമാണ് ആ ടേബിൾ തന്നിരിക്കുന്നത്? The time required for the manufacture of the 3 products. അപ്പോൾ 3 പ്രോഡക്ട്സ്, പ്രൊഡക്റ്റ് 1, പ്രൊഡക്റ്റ് 2, പ്രൊഡക്റ്റ് 3യെ പറ്റി ഡിസ്ക്രിപ്ഷൻ, മെഷീൻ 1, മെഷീൻ 2 ആൻഡ് മെഷീൻ 3യെ പറ്റി ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ പ്രൊഡക്റ്റുകളും ഓരോ മെഷീൻസിലും മാനുഫാക്ചർ ചെയ്യേണ്ട സമയവും ആ ഓരോ മെഷീൻസിൻ്റെയും മാക്സിമം കപ്പാസിറ്റിയും പറ്റിയൊരു ഐഡിയ നമുക്ക് ആ ടേബിളിൽ നിന്ന് കിട്ടും. സോ ബാക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഡിറ്റർമൈൻ ദ ഡെയിലി നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി മാനുഫാക്ചർഡ് ഫോർ ഈച്ച് പ്രോഡക്റ്റ്. ഓരോ പ്രോഡക്റ്റും മാനുഫാക്ചർ ചെയ്യുന്ന ഓരോ ദിവസം ഡെയിലി എത്ര യൂണിറ്റ് വീതം അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഓരോ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അതായത് നമ്പർ ഓഫ് ഐറ്റംസ് ഓഫ് പ്രൊഡക്റ്റ് 1, നമ്പർ ഓഫ് ഐറ്റംസ് ഓഫ് പ്രൊഡക്റ്റ് 2 ആൻഡ് നമ്പർ ഓഫ് ഐറ്റംസ് ഓഫ് പ്രൊഡക്റ്റ് 3 തരാ പ്രൊഡ്യൂസ്. ആ ഓരോ പ്രൊഡക്റ്റും ഡെയിലി എത്ര പീസസ് അല്ലെങ്കിൽ എത്ര ഐറ്റംസ് വീതം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. ഒരു കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ദ പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഫോർ പ്രൊഡക്റ്റ് 1, 2 ആൻഡ് 3 ആർ ₹4, 3 ആൻഡ് 6 റെസ്പെക്റ്റീവ്ലി. ആ ഓരോ പ്രൊഡക്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് എമൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് ആർ കൺസ്യൂംഡ് ഇൻ ദ മാർക്കറ്റ്. അതായത് അത് ജസ്റ്റ് ഒരു എന്താ പറയുക നോളജിന് വേണ്ടി തന്നെ, ബേസിക് നോളജിന് വേണ്ടി തന്നിരിക്കുകയാണ്. എത്ര പ്രൊഡക്റ്റുകൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ എല്ലാ പ്രൊഡക്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിൽ സെയിലായിട്ട് പോകുന്നുണ്ട്. ഹോൾ കൺസെപ്ഷൻ നടക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ആയിട്ട്, സർഫസ് ഐഡിയ ആയിട്ട് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഫോർമുലേറ്റ് ദ മാത്തമാറ്റിക്കൽ മോഡൽ ഫോർ ദ പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലത്തിന് മാത്തമാറ്റിക്കൽ മോഡൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോർമുലേറ്റ് ചെയ്യണം. സോ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് ദിസ് L.P.P ആണ് നമ്മളിവിടെ ചെയ്യേണ്ടതും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ 4 സ്റ്റെപ്സ് ഏതൊക്കെയായിരുന്നു? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ ഡിസിഷൻ വേരിയബിൾസ് നമുക്കുണ്ടാവണം. രണ്ടാമത്തത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോബ്ലം ഡേറ്റ നമുക്ക് വേണം. മൂന്നാമത്തത് ഫോർമുലേഷൻ ഓഫ് ലീനിയർ കൺസ്ട്രെയിൻസ് വേണം. ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഈ 4 സ്റ്റെപ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിന് കടന്നു പോകണം. So the first one, identification of the decision variables. ഏതൊക്കെയാണ് ഡിസിഷൻ വേരിയബിൾസ് എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുക, എന്താ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്? ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഡിറ്റർമൈൻ ദ ഡെയിലി നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി മാനുഫാക്ചേർഡ് ഫോർ ഈച്ച് പ്രോഡക്റ്റ്. ഓരോ പ്രോഡക്റ്റ് 3 പ്രൊഡക്റ്റുകളുള്ളൂ, പ്രൊഡക്റ്റ് 1, പ്രൊഡക്റ്റ് 2 ആൻഡ് പ്രൊഡക്റ്റ് 3. ആ ഓരോ പ്രോഡക്റ്റിൻ്റെയും എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ്
ആണ് മാനുഫാക്ചർ ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. സോ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി മാനുഫാക്ചേർഡ് ഫോർ പ്രൊഡക്റ്റ് 1 അതാണ് ഒരു വേരിയബിൾ. നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി മാനുഫാക്ചേർഡ് ഫോർ പ്രൊഡക്റ്റ് 2 അതാണ് രണ്ടാമത്തെ വേരിയബിൾ. ആൻഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി മാനുഫാക്ചേർഡ് ഫോർ പ്രൊഡക്റ്റ് 3 അതാണ് മൂന്നാമത്തേത്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്, 3 ഡിസിഷൻ വേരിയബിൾസ് ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി എക്സ്, വൈ ആൻഡ് ഇസഡ്. That is, let x is equal to number of units of product 1, let y is equal to number of units of product 2, and let z is equal to number of units of product 3. അപ്പോൾ ഡിസിഷൻ വേരിയബിൾസ് ഓക്കെ ആയി. ഇനി അടുത്ത എന്താ വേണ്ടത്, അണ്ടർസ്റ്റാൻഡിങ് ഓൺ ദ പ്രോബ്ലം ഡേറ്റ. തന്നിട്ടുള്ള ഡേറ്റയെ പറ്റി എന്ത് വേണം, ഒരു അണ്ടർസ്റ്റാൻഡ് അനാലിസിസ് നടത്തണം. അപ്പോൾ ഇവിടെ നമുക്കുള്ളൊരു എന്താ പറയുക അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ ക്വസ്റ്റിനകത്ത് എന്ത് തന്നിട്ടുണ്ട്, നേരിട്ട് ആ ടേബിൾ ഫോർമാറ്റിൽ ഒരു അനാലിസിസ് മോഡിൽ ടേബിൾ ഫോർമാറ്റിൽ എന്ത് തന്നിട്ട് നമുക്ക് ഡേറ്റ നമുക്ക് നേരിട്ട് തന്നിരിക്കുക. സോ നമുക്ക് ആ ഒരു ടേബിളാക്കി മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതങ്ങ് അവോയ്ഡ് ചെയ്യാം. തന്നിട്ടുള്ള ആ ക്വസ്റ്റിനകത്ത് നമുക്ക് എന്ത് കിട്ടും, അണ്ടർസ്റ്റാൻഡിങ് അഥവാ അനാലിസിസ് ഓഫ് ദ ഡേറ്റ നമുക്ക് നേരിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ അങ്ങ് സ്കിപ്പ് ചെയ്യാനും കുഴപ്പമില്ല. ആൻഡ് വാട്ട് അബൌട്ട് ദ തേർഡ് സ്റ്റെപ്പിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, ഫോർമുലേഷൻ ഓഫ് ദ ലീനിയർ കൺസ്ട്രെയിൻ്റെ ഫോർമുലേഷൻ. അപ്പോൾ ലീനിയർ കൺസ്ട്രെയിൻസ് ഫോം ചെയ്യാനായിട്ട് ആ തന്നിട്ടുള്ള ഡേറ്റ ഒന്ന് നോക്കിയേ. പ്രോഡക്റ്റ് 1 ഫസ്റ്റ് മെഷീനിൽ M1 പ്രോസസ്സ് ചെയ്യാൻ നടക്കുന്ന ടൈം എത്രയാണ്, 2 minutes. ഇൻ ടേംസ് ഓഫ് മിനിറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. Therefore it is 2 minutes. സെക്കൻഡ് പ്രോഡക്റ്റ് in മെഷീൻ 1 പ്രോസസ് ചെയ്യാൻ നടക്കുന്ന ടൈം എത്രയാണ്, 3 minutes. ആൻഡ് ദ തേർഡ് പ്രോഡക്റ്റ് ഈസ് 2 minutes. സോ ഫസ്റ്റ് പ്രൊഡക്റ്റിന് എടുക്കുന്ന സമയം, ഫസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ ഒരു ഐറ്റം അഥവാ ഒരു പീസ് M1 പ്രോസസ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് 2 minutes. അങ്ങനെ P1 അഥവാ പ്രൊഡക്റ്റ് 1 എത്ര പീസസ് ഉണ്ടെന്ന്, എത്ര നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, എക്സ് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട് അല്ലേ. ദെയർഫോർ നമുക്ക് പറയാം ടൈം റിക്വയർഡ് ഫോർ ദ പ്രോസസ്സിംഗ് ഓഫ് പ്രൊഡക്റ്റ് 1 ഇൻ മെഷീൻ 1 എത്ര ആയിരിക്കും, ഇറ്റ് ഈസ് 2 into x, ദാറ്റ് ഈസ് 2x ആയിരിക്കും. That is, for machine 1, that is M1, the time required to manufacture product 1 is 2 into x. ഒരു പ്രൊഡക്റ്റ് 1 ഒരു ഐറ്റത്തിന് വേണ്ട അല്ലെങ്കിൽ ഒരു പീസിൻ്റെ മാനുഫാക്ചറിങ് ടൈം എത്ര ആയിരുന്നു, 2 minutes ആയിരുന്നു. അങ്ങനെ എത്ര പീസുകളുണ്ട്, എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് 1 ആണുള്ളത്, എക്സ് നമ്പറാണ് ടോട്ടൽ ഉള്ളത്. Therefore ടോട്ടൽ ടൈം റിക്വയർഡ് ടു മാനുഫാക്ചർ പ്രൊഡക്റ്റ് 1 ഈസ് 2 into x, that is 2x minutes. And again the time required to manufacture product 2, പ്രൊഡക്റ്റ് 2 സംബന്ധിച്ച് 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് 2 മാനുഫാക്ചറിന് എത്ര ടൈം വേണമായിരുന്നു, 3 minutes വേണമായിരുന്നു. അങ്ങനെ എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് 2 ആണുള്ളത്, ഇറ്റ് ഈസ് y number of units. Therefore 3 into y, that is 3y minutes. Similarly the time required to manufacture product 3 is equal to 2 into z, that is 2z minutes. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, the total time required for the manufacture of product 1, product 2 and product 3 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. That is, the total time required for the manufacture of product 1, product 2 and product 3 എങ്ങനെ കണ്ടുപിടിക്കാം, ഈ 3 ടൈമും കൂടെ ആഡ് ചെയ്യുക. That is 2x plus 3y plus 2z minutes. ഇനി എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, മെഷീൻ 1 സംബന്ധിച്ച് പ്രൊഡക്റ്റ് 1 ടൈമുണ്ട്, പ്രൊഡക്റ്റ് 2 ടൈമുണ്ട്, പ്രൊഡക്റ്റ് 3 ടൈം ഇൻ ടേംസ് ഓഫ് മിനിറ്റ്സ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ദ മാക്സിമം കപ്പാസിറ്റി ഓഫ് ദ മെഷീൻ, ആ ഓരോ മെഷീൻ്റെ മാക്സിമം കപ്പാസിറ്റി വന്നിട്ടുണ്ട് അല്ലേ, എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, ഫോർ M1 ഇറ്റ് ഈസ് 440 minutes per day. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ടൈം പെർ യൂണിറ്റ് തന്നിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് മിനിറ്റ്സിലാണ്, മാക്സിമം കപ്പാസിറ്റി ഓഫ് ദ മെഷീൻസ് തന്നിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് മിനിറ്റ്സിലാണ്. അതപ്പോൾ അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ഒരു യൂണിറ്റ് കൺവേർഷൻ്റെ ആവശ്യമില്ല. നേരത്തെ നമുക്ക് എന്തെഴുതാം, ലിനിയർ കൺസ്ട്രെയിൻസ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഈ മെഷീൻ 1 സംബന്ധിച്ചുള്ള ടൈം പെർ യൂണിറ്റ് എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത് എന്ത് വേണം, ദ ടോട്ടൽ ടൈം അവൈലബിൾ ഇൻ കേസ് ഓഫ് മെഷീൻ 1 ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. That is, the time available for machine 1, that is M1 is equal to എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 440 minutes എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നു, നമ്മുടെ സാധാരണ ലോജിക്ക് ആ മെഷീൻ 1 സംബന്ധിച്ച് മെഷീൻ 1 ആവശ്യമായ 3 പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള ടൈം എത്രയാണ്, ഇറ്റ് ഈസ് 2x plus 3y plus 2z minutes ആണ്. ആൻഡ് ഇറ്റ്സ് അവൈലബിൾ ടൈം എത്രയാണ്, ഇറ്റ് ഈസ് 440 minutes. ഓൾവേസ് ദ റിക്വയർഡ് ടൈം
should be less than or equal to the available time. Therefore, we can the first linear constraint, we can construct the first linear constraint, that is 2x plus 3y plus 2z should be less than or equal to 440. So, our first linear constraint that is 2x plus 3y plus 2z is less than or equal to 440. ഇനി ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, മെഷീൻ 2-ൻ്റെയും മെഷീൻ 3-ൻ്റെയും കേസുകൾ നമുക്കൊന്ന് എഴുതുന്നു. That is, for machine 2, that is M2, the time required for manufacture of product 1 is equal to 4 into x, 4x. And the time required for the manufacture of product 2, അവിടെ ആ ടേബിളിൽ നമ്മൾ പ്രോഡക്റ്റ് 2 ഇൻ മെഷീൻ 2 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ടൈം എത്ര പറഞ്ഞേക്കുന്നത്, ഇറ്റ് ഈസ് ഒരു ഹൈഫനാണ്, ദാറ്റ് മീൻസ് നിൽ അഥവാ 0 ആണ് അവിടുത്തെ ടൈം റിക്വയർഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതിയത്, 0 ഇൻറ്റു y എന്ന് നമ്മൾ എഴുതിയത്, ദാറ്റ് ഈസ് 0 ഇൻറ്റു y ഈസ് ഈക്വൽ ടു 0. Again, the time required for the manufacture of product 3 is 3 into z, that is equal to 3z. Therefore, total time required for the manufacture of product 1, product 2 and product 3 is given by 4x plus 3z. 0 നമ്മൾ ഒഴിവാക്കുക, അഡീഷൻ ആക്കുന്ന 0 ഒഴിവാക്കുമ്പോൾ 4x plus 3z minutes. What about the time available for M2? ലാസ്റ്റ് കുളത്തിൽ എത്ര M2-ൻ്റെ ടൈം മാക്സിമം ടൈം അവൈലബിലിറ്റി തന്നിരിക്കും, this 470 minutes. Therefore, we can write the next linear constraint as 4x plus 3z less than or equal to 470. Similarly, നമുക്ക് എന്ത് എഴുതാം, മെഷീൻ 3-യുടെ കേസും കൂടെ എഴുതാം. ഇതേ ഫോർമാറ്റിൽ നമ്മൾ എഴുതി പോയി കഴിഞ്ഞാൽ ഫോർ മെഷീൻ 3, the time required for manufacture of product 1 is 2x, the time required for the manufacture of product 2 is 5y, and that of product 3 is 0. Therefore, total time required for the manufacture of product 1, 2 and 3 are 2x plus 5y. What about the available time? Available time for M3, machine 3 is 430 minutes. Therefore, from this information, we can construct the third linear constraint, that is 2x plus 5y less than or equal to 430. So, നമ്മളുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷനകത്തെ ഫസ്റ്റ് 3 സ്റ്റെപ്സ് നമ്മൾ എന്ത് ചെയ്തു, crack ചെയ്ത് കഴിഞ്ഞു. The first one is identification of the decision variable. The second one is understanding the problem format, and the third one is formation of the linear constraints, and the fourth step, that is formation of ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എന്താണ് ഇവിടെ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് നോക്കുക. അത് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഗിവൺ ഡേറ്റ, പ്രോബ്ലം ഡേറ്റയും ക്വസ്റ്റ്യനും അല്ലാതെ വേറെ എന്തൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ് തന്നിട്ടുള്ളത്. ദ പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഫോർ ദ പ്രോഡക്റ്റ് 1, 2 and 3 ആർ ₹4, ₹3 and ₹6 റെസ്പെക്റ്റീവ്ലി. എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, പ്രോഫിറ്റിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളുടെ ഗിവൺ ഡേറ്റയ്ക്കകത്ത് നമുക്ക് കൺസ്ട്രെയിൻസ് അല്ല നമുക്ക് തന്നിട്ടുള്ള ഡേറ്റയ്ക്കകത്ത് എന്തിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്, ഇറ്റ് ഈസ് സ്പെസിഫൈഡ് അബൌട്ട് പ്രോഫിറ്റ്. അപ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, പ്രോഫിറ്റിനെ മാക്സിമൈസ്, പ്രോഫിറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യുക അഥവാ പ്രോഫിറ്റിനെ മാക്സിമൈസ്. ഇൻ കേസ് ഓഫ് പ്രോഫിറ്റ് ഇസ് ദ ഒപ്റ്റിമൈസേഷൻ പ്രോസസ്, ദ മാക്സിമൈസേഷൻ പ്രോസസ്. ദ സെയിം ടൈം ഇൻ ടേംസ് ഓഫ് കോസ്റ്റ് ദ ഒപ്റ്റിമൈസേഷൻ പ്രോസസ് ഇസ് ദ മിനിമൈസേഷൻ പ്രോസസ്. സോ ഈ ഒരു കേസിൽ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം പ്രോഫിറ്റിനെ പറ്റി ഒന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. അപ്പോൾ പ്രോഫിറ്റിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതുന്നുള്ള ടേബിൾ ഓഫ് കണ്ടന്റിനകത്ത് നേരത്തെ പറഞ്ഞ ടേബിളിനകത്ത് എന്തില്ലായിരുന്നു, പ്രോഫിറ്റിനെ പറ്റി ഡിസ്ക്രിപ്ഷൻ ഇല്ലായിരുന്നു. സോ ഒന്നെങ്കിൽ നമുക്ക് ടേബിൾ ഒന്നുകൂടി എടുത്ത് എഴുതി എന്താ ഈ പ്രോഫിറ്റൂടെ ഇൻക്ലൂഡ് ചെയ്യാനകത്ത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്തത്. ഇവിടെ ഞാൻ ചെയ്തേക്കുന്നത് പ്രോഫിറ്റിനെ പറ്റി മാത്രം ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ 3 പ്രൊഡക്ട്സ് P1, P2, P3 3 പ്രൊഡക്ട്സ് ഉണ്ട്. പ്രൊഡക്റ്റ് 1, പ്രൊഡക്റ്റ് 2 ആൻഡ് പ്രൊഡക്റ്റ് 3. ആൻഡ് ഓരോ പ്രൊഡക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഫിറ്റും പറഞ്ഞിട്ടുണ്ട്. P1 പ്രൊഡക്റ്റ് 1നെ സംബന്ധിച്ച് അതിൻ്റെ ഒരു യൂണിറ്റിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്, ഇറ്റ് 4 rupees. ആൻഡ് വാട്ട് അബൌട്ട് ദ പ്രോഫിറ്റ് ഓഫ് പ്രൊഡക്റ്റ് 2, 1 unit of product 2, it is 3 rupees. And the profit per unit of product 3 is 6 rupees. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇവിടുത്തെ നമ്മളുടെ ഒബ്ജക്റ്റീവ് വേരിയബിൾ ഏതാണ്? നേരത്തെ കഴിഞ്ഞ പ്രോബ്ലമിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇസഡ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ എന്തായിട്ട് എടുക്കുക, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വേരിയബിളായിട്ട് എടുക്കുക ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ ഓൾറെഡി എക്സ്, വൈ, ഇസഡ് എന്നീ 3 വേരിയബിൾസ് ഓൾറെഡി 3 പ്രൊഡക്ട്സിൻ്റെ നമ്പേഴ്സ് ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്തിട്ടുണ്ട്. Therefore, we have to assume another variable for this ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, മറ്റൊരു വേരിയബിൾ എക്സും വൈയും ഇസഡും അല്ലാതെ മറ്റൊരു വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് വേണ്ടി അസ്യൂം ചെയ്യണം.
ലെറ്റ് ഇറ്റ് ബി ടി. ഇപ്പോൾ എക്സും വൈ സെഡും അല്ലാതെ വേറൊരു വേരിയബിൾ, ഏത് വേരിയബിൾ വേണമെങ്കിലും ആകാം. ഞാൻ ടി എന്നും എടുക്കുന്നു. അപ്പോൾ ടി ആണ് നമ്മളുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്നിരിക്കട്ടെ. നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ടോട്ടൽ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ടോട്ടൽ പ്രോഫിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ടി ആയിട്ട് എടുക്കുന്നു. ടി ആണ് നമ്മളെ ടോട്ടൽ പ്രോഫിറ്റ് എന്നിരിക്കട്ടെ. ദാറ്റ് ഈസ് ലെറ്റ് ടി ബി ദ ടോട്ടൽ പ്രോഫിറ്റ്. അങ്ങനെയെങ്കിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? P1 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 1ൻ്റെ 1 യൂണിറ്റ് സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് ആണ് എത്ര റുപ്പീസ്? 4 റുപ്പീസ്. അങ്ങനെ P1ൻ്റെ എത്ര പ്രോഡക്ട്സ് ആണ് നമ്മുടെ ഉള്ളത്? എക്സ് നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. ദെർഫോർ 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് 1 സെല്ല് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 4 റുപ്പീസ് ആണെങ്കിൽ എക്സ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഫിറ്റ് എത്ര കിട്ടും? 4 ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് 4x ആയിരിക്കും. That is, the profit from product 1 is equal to 4 into x, which is equal to 4x. Profit from product 2 is equal to 3y, and similarly profit from product 3 is 6 into z, that is 6z. Therefore total profit, z alla t ആണ്. That is total profit T is equal to profit from P1, that is product 1, plus profit from product 2 plus profit from product 3, which is equal to 4x plus 3y plus 6z. അതായത് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് അഥവാ എന്താണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ടിരുന്ന ഫംഗ്ഷൻ ഏതായിട്ട് നമുക്ക് എഴുതാം? ഇറ്റ് ഈസ് T is equal to 4x plus 3y plus 6z. Therefore, the total profit or the objective function T is equal to 4x plus 3y plus 6z. സോ നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം ഡേറ്റ അനുസരിച്ച് നമ്മൾ എഴുതിയ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും ലീനിയർ കൺസ്ട്രെയിൻസുമാണ് ഇവയെല്ലാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ മാത്തമാറ്റിക്കൽ ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യണം? ആ സ്റ്റെപ്പ് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. അതിന് വേണ്ടി നമ്മൾ ആദ്യം നോക്കുക ടി എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പ്രോഫിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെർഫോർ അടുത്ത ഒപ്റ്റിമൈസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് മാക്സിമൈസേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ക്വസ്റ്റ്യനകത്തോട്ട് അല്ലെങ്കിൽ ആ ഫോർമാറ്റിലോട്ട് നമ്മൾ എഴുതി ചേർക്കുന്നു. ദാറ്റ് ഈസ് മാക്സിമൈസ്. ഇവിടെ പ്രോഫിറ്റ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് മാക്സിമൈസ് ടി ഇസ് ഈക്വൽ ടു 4x പ്ലസ് 3y പ്ലസ് 6z. ഈ മാക്സിമൈസേഷൻ പ്രോസസ് നടക്കേണ്ടത് എങ്ങനെയാണ്? ഈ 3 കൺസ്ട്രെയിൻസിനെയും ഒബേ ചെയ്യുന്ന രീതിയിലാണ് അല്ലേ? therefore we can say that subject to the constraints or subject to the constraints എഴുതിയാൽ ഇല്ലെങ്കിലും തെറ്റില്ല. സബ്ജക്റ്റ് ടു ആ 3 കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണ്? 2x പ്ലസ് 3y പ്ലസ് 2z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 440. And the next constraint 4x plus 3z less than or equal to 470 and 2x plus 5y less than or equal to 430. ഇനി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ അഡീഷണൽ ആയിട്ട് പറഞ്ഞ ആ ഒരു കൺസ്ട്രെയിനോട് ചേർക്കുക. ഇവിടുത്തെ 3 വേരിയബിൾസ് ഏതൊക്കെയാണ്? എക്സും വൈയും ഇസഡും. ആ 3 ഡിസിഷൻ വേരിയബിൾസ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം ഇവിടുത്തെ ഡിസിഷൻ വേരിയബിൾസ് എടുത്തേക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് 1, പ്രൊഡക്റ്റ് 1, പ്രൊഡക്റ്റ് 3. ആ നമ്പറിൻ്റെ എണ്ണമാണ്. അതൊരിക്കലും എന്താവത്തില്ലത്? നെഗറ്റീവ് ആകത്തത്. അപ്പോൾ ദ വാല്യൂ ഓഫ് ദി വേരിയബിൾസ് എക്സ് വൈ ആൻഡ് ഇസഡ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടെ ഇവിടെ ആഡ് ചെയ്തേക്കുക. ഈ കൺസ്ട്രെയിൻ ലീനിയർ കൺസ്ട്രെയിൻസിനകത്ത് ആഡ് ചെയ്തേക്കും. ദാറ്റ് ഈസ് എക്സ് വൈ ആൻഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, and this is the corresponding mathematical format of the given linear programming problem. സോ ഇന്നത്തെ സെഷനകത്ത് നമ്മൾ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് L.P.P.യുടെ സെക്കൻഡ് എക്സാമ്പിളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. സോ നമ്മൾ കഴിഞ്ഞ 2 സെഷൻസിലൂടെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് L.P.P.യെ പറ്റി ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം അപ്പോൾ അതിനൊരു അസൈൻമെൻ്റ് ആയിട്ട് ഹോം അസൈൻമെൻ്റ് ആയിട്ട് ഞാൻ തരികയാണ്. ഈ 26th ക്വസ്റ്റ്യൻ, ഇത് 2018 ഇയറിൽ നിങ്ങളുടെ QT ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിൽ നിങ്ങൾക്ക് എക്സാമിന് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനകത്ത് ചോദിച്ച ക്വസ്റ്റ്യനാണിത്. ഈ 26th ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? വാട്സപ്പ് ഗ്രൂപ്പിലൊന്ന് പോസ്റ്റ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്താൽ മതി? ആ തന്നിട്ടുള്ള L.P.P ക്വസ്റ്റ്യൻ L.P.P ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്കൽ ഫോർമാറ്റിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്താൽ മാത്രം മതി. എന്താ പറയുക, അതിനകത്ത് സോൾവിങ് അതായത് സൊല്യൂഷനും കൂടെ ചോദിച്ചിട്ടുണ്ട്. സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക. നമ്മൾ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ പഠിക്കും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതും വരെ, അതായത് മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് ദിസ് വേർഡ് പ്രോബ്ലം L.P.P.യുടെ വേർഡ് പ്രോബ്ലം എന്ത് ചെയ്യുക? മാത്തമാറ്റിക്കൽ ഫോർമുലേഷനായിട്ട് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ആയിട്ട് മാറ്റി എഴുതിയിട്ട് എന്ത് ചെയ്യുക? ഈ അസൈൻമെൻറ്റ് ആൻസേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക.